ബോധമുണ്ടാക്കണേ. പ്രസംഗത്തിൽ പറഞ്ഞു, കോവിഡിന് മുന്നെയാണ് ഇത് തുടങ്ങിയത്. കോവിഡ് കാലഘട്ടത്തിൽ പ്രവർത്തിക്കാൻ സാധിച്ചില്ല. എന്നിരുന്നാലും പല കാര്യങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ഇപ്പോൾ സാമ്പത്തികമായിട്ടും മറ്റും നല്ലൊരു നിലയിൽ എത്തിച്ചേരാനായിട്ട് എന്തായാലും ഈ റെസിഡൻസിന് അസോസിയേഷന് സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത്തരം കൂട്ടായ്മകൾക്ക് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. ഇന്നിപ്പോൾ കൂട്ടുകുടുംബങ്ങളൊക്കെ പോയി എല്ലാം അണുകുടുംബങ്ങളിലേക്ക് വന്നിരിക്കുന്നൊരു അവസ്ഥാവിശേഷമാണുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ വയോജനങ്ങളുടെ പെർസെൻറ്റേജ് ഇന്ന് ഏറ്റവും കൂടി വരുന്നൊരു കാലമാണ്. പല കാരണങ്ങളാൽ കൊണ്ടും റിപ്പബ്ലിക്കിന് 75 വയസ്സ് പൂർത്തീകരിച്ച് 76ാം റിപ്പബ്ലിക് ദിനമാണ് നമ്മൾ ആചരിച്ചത്. ഞാൻ റിപ്പബ്ലിക്കിനെ കുറിച്ച് 2 വാക്ക് സംസാരിച്ചതിന് ശേഷം നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. നമ്മുടെ കയ്യിൽ 5 വിരലുകളാണുള്ളത്. അതിലൊരു ഇന്ത്യൻ ഭരണഘടനയ്ക്ക് 5 വിരലുകളാണുള്ളത്. ഇന്ത്യ ഒരു സോവറിൻ, സെക്കുലർ, സോഷ്യലിസ്റ്റ്, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കാണ്. അങ്ങനെ 5 വിരലുകളാണ് നമ്മുടെ ഭരണഘടനയ്ക്കുള്ളത്. ഈ വിരലുകൾ തമ്മിൽ പണ്ട് ഒരു മത്സരമുണ്ടായ കഥ കേട്ടിട്ടുണ്ട്. കൊച്ചുകുട്ടികൾക്ക് വേണ്ടി എൻ്റെ കഥ പറയാനുണ്ട്. ഈ വിരലുകളെല്ലാം വ്യത്യസ്തരാണ്. നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഒന്നിനു പോലെയല്ല മറ്റതിരിക്കുന്നത്. ഇവർക്ക് എല്ലാവർക്കും ഒരു ഈഗോ ക്ലാഷ് ഉണ്ടായി. ആരാണ് വലിയ ആളുകളുടെ തോന്നലുണ്ടാവും. അവർ തമ്മിൽ വലിയ മനസ്സിലാക്കിയ സമയത്ത് ഒരു ജഡ്ജി വന്നു. ഓരോരുത്തരും അവരുടെ പ്രൊഫൈൽ അവതരിപ്പിക്കാൻ തുടങ്ങി. ആദ്യത്തെ വിരല്, ഈ വിരലിൻ്റെ പേരെന്താണ്? തള്ളവിരലെന്നോ തന്തവിരലെന്നോ? രണ്ടും ഒന്ന് തന്നെയാണ് അല്ലേ? അവൻ പറഞ്ഞ എൻ്റെ പേര് മാതാപിതാ. ലോകം കണ്ട മഹാമാരിയായ കോവിഡിനും നേർസാക്ഷ്യം വഹിച്ചവരാണ് വടക്കേക്കരക്കാരായ നാം ഓരോരുത്തരും. ഈ പ്രളയവും കോവിഡും എന്നെ പഠിപ്പിച്ച ഒരു പാഠം, കുറേ നന്മയുള്ള ആൾക്കാരെ നേരിൽ കാണാൻ സാധിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ ജോസാർ പറഞ്ഞ പോലെ 69 പേരെ എൻ്റെ വീട്ടിൽ പങ്കെടുപ്പിച്ചു എന്ന് പറഞ്ഞാൽ ആ ഒരു അനുഭവം ഈ വടക്കേക്കര വന്നിട്ട് എനിക്ക് നേരിൽ കണ്ടെത്താനായിട്ടുണ്ട്. ഈ നന്മ നിറഞ്ഞ പല മുഖങ്ങളും അതിൽ നിങ്ങളുടെ മുഖങ്ങൾ കൂടി ഉൾപ്പെട്ടിട്ടുണ്ട്. ആ മുഖങ്ങളോടൊപ്പം ഒന്ന് കുറച്ച് സമയം ചെലവഴിക്കാൻ പറ്റിയതിൽ ഞാൻ സന്തുഷ്ടനാണ്. പകരക്കാരനാണ് ഞാനെന്നൊരു സന്തോഷത്തിലും കൂടിയാണ്. ഞാൻ ഈ നാട്ടുകാരനല്ല. എൻ്റെ വീട് കിഴക്കൻ മേഖലയിലാണ്. കിഴക്കൻ മേഖലയിൽ വരെ പേരെടുത്ത ലക്ഷ്മി കോളേജ് എന്ന ഒരു മഹാപ്രസ്ഥാനത്തിൻ്റെ സാരഥിയായിട്ടുള്ള ജോസാറിൻ്റെ ഒരു ചെറിയതാണെങ്കിൽ ഒരു പ്രസംഗം നേരിൽ കേൾക്കാൻ സാധിച്ചതിൽ നിങ്ങളോടൊപ്പം ഞാനും ഒരു സന്തുഷ്ടനാണ്. ഒരു സ്വകാര്യ അഹങ്കാരം പറഞ്ഞുകൊള്ളട്ടെ. ഞാൻ ഈ വടക്കേക്കര പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് ഏകദേശം 2.5 വർഷത്തോളമായി. നിങ്ങൾക്ക് മിക്കവർക്കും പേർക്ക് എന്നെ ഒരു മുഖപരിചയം ഉണ്ടാവും. ഞാനവിടെ മുമ്പിലിരിക്കുമ്പോൾ മറ്റുള്ള ആൾക്കാർ ആരും ചെയ്യാത്ത രീതിയിൽ നിങ്ങൾ കടന്നു പോകുമ്പോൾ, ചേട്ടനൊക്കെ സൈക്കിളിൽ കടന്നു പോകുമ്പോൾ ഒരു ചിരി, ഒരു ഹായ്, ഒരു വിഷിങ്ങൊക്കെ ചെയ്ത് പലരും എന്നെ കണ്ട് ഒന്ന് പുഞ്ചിരിച്ചിട്ടാണ് പോകുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ഒരു സ്വകാര്യ അഹങ്കാരം പറഞ്ഞു വരണം എന്ന് പറഞ്ഞത്, ഈ പ്രസിഡന്റ് ചിന്നൻ ചേട്ടനും ആന്റണി ചേട്ടനും ഈ പരിപാടി ക്ഷണിക്കാനായിട്ട് വടക്കേക്കര പോലീസ് സ്റ്റേഷൻ വന്നപ്പോൾ ഞാൻ അന്നേരം മനസ്സിലോർത്തിയ ഒരു കാര്യമുണ്ട്. ആ കാര്യം ഞാനിപ്പോൾ പറയാം. 2.5 വർഷമായി ഞാൻ ഈ വടക്കേക്കര പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്ത് തുടങ്ങിയിട്ട് ഇത്രയും നാളിനുള്ളിൽ പെരിയാർ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ ഉൾപ്പെടുന്ന കുടുംബങ്ങളിൽ നിന്നും ഒരു അടിപിടി കേസോ ഒരു ക്രിമിനൽ കേസോ വടക്കേക്കര പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ടായിട്ടില്ല. അതിൻ്റെ പൂർണ്ണമായ ക്രെഡിറ്റ് ഇവർക്കും ഈ ഗ്രാമപഞ്ചായത്ത് മെമ്പർക്കുമാണ്. ജീവിതത്തിലേക്കും നമ്മുടെ വരും തലമുറയിലേക്കും നിലവിലുള്ള നമ്മളുടെ ഈ കുഞ്ഞു മക്കളെ എങ്ങനെ കാര്യക്ഷമതയോടുകൂടി വളർത്താനായിട്ട് നമ്മൾ എങ്ങനെ മുൻകൈ എടുക്കണം എന്ന നമ്മളുടെ